ഫ്രാൻസിൽ വീണ്ടും ഇസ്ലാമിക തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം. ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരായി ആക്രമണങ്ങളുമായി ഇസ്ലാമിക തീവ്രവാദികൾ വീണ്ടും ഫ്രാൻസിൽ അഴിഞ്ഞാടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയും മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഇസ്ലാമിക തീവ്രവാദികൾ അവിഗ്നണിലെ നോട്രേഡാം ഡി ബോൺ റെപ്പോ ക്രിസ്ത്യൻ ദേവാലയത്തിൽ കയറി കടുത്ത ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. അല്ലാഹു അക്ബർ വിളികളുമായി പള്ളിയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക തീവ്രവാദികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇടവക പുരോഹിതനായ ലോറൻ മിലനെ അതിക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. മെയ് 10 നടന്ന ഈ ഭീകര ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്നതിനിടയിൽ ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കടന്നാണ് മത തീവ്രവാദികളായ ഒരുപറ്റം ചെറുപ്പക്കാർ ആഗോള ക്രൈസ്തവ സമൂഹത്തിന് ആകമാനം അമർഷവും വേദനയും ഉളവാക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയത്. അവിഗ്നൺ നോട്രേഡാം ഡി ബോൺ റെപ്പോ പള്ളിയിൽ മെയ് 10 ശനിയാഴ്ച ദിവ്യബലി ശുശ്രൂഷകൾ നടക്കുന്നതിനിടെ ഇസ്ലാമിസ്റ്റുകളായ 15ഓളം ചെറുപ്പക്കാർ പള്ളിയിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ഫാദർ ലോറൻ മിലനെ സമീപിച്ച് ക്രിസ്തുമതത്തിൽ ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആ സംസാരം തുടരുന്നതിനിടെ വേദപുസ്തകത്തിലെ വാക്യങ്ങളെ വളച്ചൊടിച്ച് ക്രിസ്തുവിനെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിന്ദാവചനങ്ങൾ ഉരുവിടുകയും കടുത്ത പ്രകോപനത്തോടെ അല്ലാഹു അക്ബർ വിളികൾ മുഴക്കിക്കൊണ്ട് പുരോഹിതനെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ഈ തീവ്രവാദികൾ. മാനവികതയ്ക്ക് വിരോധമായി മതഭീകരതയ്ക്കുള്ള പരിശീലനം നേടിയിറങ്ങിയ ആ അധമകൂട്ടങ്ങൾ ദേവാലയത്തിലെ കാസയും ചെക്ക് ബുക്കും പെയിന്റിങ്ങും മോഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങേയറ്റം പ്രകോപനപരമായ ഈ തെമ്മാടിത്തരങ്ങളെ ആത്മസംയമനവും ശാന്തതയും പാലിച്ചുകൊണ്ട് ഇടവക അംഗങ്ങളായ നോട്രഡാമിലെ ക്രൈസ്തവ സമൂഹം നേരിട്ടതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് ഒഴിവായത്. എന്നാൽ തങ്ങൾ ഇനിയും വരുമെന്നും പള്ളി കത്തിച്ച് ചാമ്പലാക്കുമെന്നും ഒക്കെയുള്ള ഭീഷണികൾ മുഴക്കിയിട്ടാണ് ആ ക്രിമിനൽ സംഘം പള്ളി പരിസരം വിട്ട് പിൻവാങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മെയ് 7 ഇടവക യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇസ്ലാമിക തീവ്രവാദികളായ ചെറുപ്പക്കാർ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അന്നവർ പള്ളിയുടെ ജനലുകൾ അടിച്ചു തകർക്കുകയും മെഴുകുതിരികളും കമ്പ്യൂട്ടറുകളും എല്ലാം അപഹരിച്ചു കൊണ്ട് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം കേവലം 3 ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴായിരുന്നു ദേവാലയത്തിൽ കയറി പുരോഹിതനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഫ്രാൻസിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. 9 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ നോർമാൻഡിയിലെ ദേവാലയത്തിൽ കയറി നടത്തിയ ആക്രമണത്തിൽ റൂവൻ അതിരൂപതയിലെ സെയിന്റ് എറ്റിയൻ ഡു റൂവറയിൽ സേവനമനുഷ്ഠിച്ച ഫ്രഞ്ച് കത്തോലിക്ക പുരോഹിതനും 84 വയസ്സുള്ള വന്ധ്യ വയോധികനുമായിരുന്ന ഫാദർ ജാക്വസ് ഹാമൽ ദാരുണമായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. 2016 ജൂലൈ 26 ഫാദർ ജാക്വസ് ഹാമർ തന്റെ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളായ 2 മുസ്ലിം തീവ്രവാദികൾ ഫാദർ ഹാമലിനെ ആക്രമിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ആക്രമണത്തിനിടെ 3 കന്യാസ്ത്രീകളെയും 2 ഇടവകക്കാരെയും അന്ന് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്നു. ഫ്രാൻസിലെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഭീതിയിലും ആശങ്കയിലും ആഴ്ത്തിക്കളഞ്ഞ ക്രൂരമായ ആ ഭീകര ആക്രമണത്തിന് ശേഷം വീണ്ടും അത്തരത്തിൽ ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കടന്ന ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. 2020 ഒക്ടോബറിൽ ഫ്രാൻസിലെ നൈസ് പ്രവിശ്യയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലും തീവ്രവാദികൾ കത്തിയാക്രമണം നടത്തി. അന്ന് 3 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ഒരു വയോവൃദ്ധയായ സ്ത്രീയെ തീവ്രവാദികൾ അതിക്രൂരമായി തലവെട്ടിയായിരുന്നു കൊലപ്പെടുത്തിയത്. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോൺ പോലും ഇസ്ലാമിക തീവ്രവാദമെന്ന് വിശേഷിപ്പിച്ച ആ സംഭവത്തെ തുടർന്ന് ശക്തമായ സൈനിക വിന്യാസമായിരുന്നു നൈസ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ജാഗ്രതാ നീക്കങ്ങളൊക്കെ ഇല്ലാതാവുകയും ഇസ്ലാമിക തീവ്രവാദികൾ ഭീകര ആക്രമണങ്ങളുമായി വീണ്ടും പള്ളികളിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് കയറിയുള്ള ഇത്തരം ആക്രമണങ്ങൾ യൂറോപ്പിൽ പെരുകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ അസീറിയൻ ക്രൈസ്തി ഗുഡ് ഷെപ്പേർഡ് പള്ളിയിലും കുർബാനയ്ക്കിടെ 16 വയസ്സുകാരനായ ഒരു ഇസ്ലാമിക തീവ്രവാദി നടത്തിയ കത്തിയാക്രമണത്തിൽ മാറി ഇമ്മാനുവൽ എന്ന ബിഷപ്പിനും പുരോഹിതനും ഇടവക അംഗങ്ങൾക്കും പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നിഗൂഢമായ അജണ്ടകളോടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ചേക്കേറുന്നവരാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. യൂറോപ്പിന്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നടപടികൾക്കായി രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നില്ല എങ്കിൽ യൂറോപ്പിൽ അനുഭവിക്കാൻ പോകുന്നത് കടുത്ത നാശം തന്നെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്.